ചില കമ്പനികളിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റം കൊണ്ട് നമ്മൾ പർച്ചേസിംഗ് നിർത്തിയിട്ടുണ്ട്. മനുഷ്യ സൈക്കോളജി വർക്കൗട്ട് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ മനുഷ്യ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി മാർക്കറ്റിങ്ങിനായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അതിലൊന്നാണ് കളർ സൈക്കോളജി. ചില കളറുകൾ നമ്മളെ മാനസികമായി സ്വാധീനിക്കാറുണ്ട്. നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ കളർ കോമ്പിനേഷൻസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. റെഡ് കളർ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും ഒരു അർജൻസി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ നേച്ചർ, ഹെൽത്ത് തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു. മനുഷ്യന്റെ ഇമോഷൻസും ഇവിടെ കമ്പനികൾ ഉപയോഗിക്കാറുണ്ട്. സന്തോഷം, ദുഃഖം, ഭയം പോലുള്ള ഇമോഷൻസ് ഇവിടെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഭയം ഉപയോഗിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യം. പുളിപ്പ് അനുഭവപ്പെടുന്നവരുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകുമെന്നാണ് പരസ്യത്തിൽ പറയുന്നത്. സൊല്യൂഷനായിട്ട് അവരുടെ പ്രോഡക്റ്റും നിർദ്ദേശിക്കുന്നുണ്ട്. ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ തീം പാർക്കുകളുടെ പരസ്യങ്ങളിലാണ്. സോഷ്യൽ പ്രൂഫും ഉപയോഗിക്കാറുണ്ട്. ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റിവ്യൂസ് നോക്കാറുണ്ട്. പൊതുജന അഭിപ്രായം ശ്രദ്ധിക്കും. അതാണ് സോഷ്യൽ പ്രൂഫ്.